കഥയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ദേവതാലോകമാണ്. അവിടെ റാണി ദേവത സൗന്ദര്യ ദേവതയോട് ബാൽവീരിന് ശക്തികൾ നൽകി ഭൂമിയിലേക്ക് അയക്കുന്നതിനെ പറ്റി പറയുകയാണ്. എന്നാൽ സൗന്ദര്യ ദേവത ബാൽവീരിനെക്കുറിച്ചുള്ള ഭയം കാരണം അതിനെതിരായി പറയുന്നു. എന്നാൽ റാണി ദേവത ബാൽവീരിന്റെ ജന്മലക്ഷ്യം തന്നെ തിന്മയെ ഇല്ലാതാക്കുകയാണെന്നും അതിനായി അവനെ തീർച്ചയായും ഭൂമിയിലേക്ക് അയച്ചേ മതിയാകൂ എന്ന് പറയുന്നു. അതിനുശേഷം സൗന്ദര്യ ദേവത ബാൽവീരിനോട് സംസാരിക്കുന്നു. അവനാണെങ്കിൽ ഭൂമിയിൽ പോയി കുട്ടികളോടൊപ്പം കളിച്ച് സന്തോഷിക്കാനാണ് ആഗ്രഹം. പിന്നീട് സൗന്ദര്യ ദേവത ഉറക്കത്തിൽ ദുഷ്ടദേവത ബാൽവീരിനെ ഭൂമിയിൽ വെച്ച് ആക്രമിക്കുന്നതായി സ്വപ്നം കാണുന്നു. അവർ തുടർന്ന് ബാൽവീരിനോട് ഭൂമിയിലേക്ക് പോകുന്ന കാര്യം പറയുന്നു. അതോടെ അവൻ സന്തോഷവാനാകുന്നു. അടുത്ത ദിവസം ബാൽവീർ മറ്റു ദേവതകളോട് അവരുടെ ശക്തികളെക്കുറിച്ച് ചോദിക്കുന്നു. അവർ അതെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. ബാൽവീരിനെ ഭൂമിയിലേക്ക് അയക്കുന്ന കാര്യം ദുഷ്ടദേവതയുടെ സേവകനായ കുട്ടുമാൻ ദുഷ്ടദേവതയോട് പറയുന്നു. ദുഷ്ടദേവത തീർച്ചയായും ഭൂമിയിൽ വെച്ച് അവനെ കണ്ടെത്തി തന്റെ അടിമയാക്കുമെന്നും പറയുന്നു.